ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് വിജയ് ഹസാരെ ട്രോഫിയിൽ എല്ലാ കണ്ണുകളും ശ്രേയസ് അയ്യറിലേക്കായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഓസ്ട്രേലിയ വെച്ച് പരിക്കുപറ്റി പുറത്തായ ശ്രേയസ് അയ്യർക്ക് തിരിച്ചുവരവ് അനിവാര്യമായിരുന്നു. ജനുവരി 11 തുടങ്ങാനിരിക്കുന്ന ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പരയ്ക്ക് വൈസ് ക്യാപ്റ്റനായി ടീമിൽ ഇടം പിടിച്ചിട്ടുള്ള ശ്രേയസ് അയ്യർക്ക് തൻ്റെ ഫിറ്റ്നസും തൻ്റെ ഫോമും തെളിയിക്കേണ്ടത് അത്യാവശ്യ ഘടകം തന്നെയായിരുന്നു. അത് വ്യക്തമായി ഇന്ന് മുംബൈക്ക് വേണ്ടി കളിക്കാനിറങ്ങി ഹിമാചൽ പ്രദേശിനെതിരെ നടപ്പാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 53 പന്തുകൾ നേരിട്ട് 82 റൺസ് നേടി 3 സിക്സുകളും 10 ഫോറുകളും നേടി തൻ്റെ കരുത്ത് കാട്ടിയ ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഹിമാചൽ പ്രദേശിനെതിരെ മുംബൈക്ക് നേടാനായത് 7 റൺസിൻ്റെ വിജയം മാത്രമാണ്. എങ്കിലും ഇന്നത്തെ വിജയ പരാജയത്തെക്കാൾ പ്രാധാന്യമർഹിക്കുന്ന വിഷയം ശ്രേയസ് അയ്യരുടെ മടങ്ങിവരവ് തന്നെയായിരുന്നു. അത് വ്യക്തമായ രീതിയിൽ അയാൾ ഗ്രൗണ്ടിൽ നടപ്പാക്കി എന്നതാണ് വസ്തുത. മറ്റൊരു ശ്രദ്ധിക്കപ്പെട്ട മത്സരം കേരളവും പോണ്ടിച്ചേരിയും തമ്മിലുള്ള മത്സരമായിരുന്നു. പോണ്ടിച്ചേരിക്കെതിരെ 248 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ കേരളത്തിന് ആദ്യ 5 ഓവറുകൾക്കിടെ 30 റൺസ് നേടുമ്പോഴേക്ക് കഴിഞ്ഞ കളിയിലെ സെഞ്ചുറിക്കാരായ സഞ്ജു സാംസണെയും രോഹിനെയും നഷ്ടമായി സമ്മർദ്ദത്തിലേക്ക് പോയൊരു ഘട്ടമായിരുന്നു. അവിടെയാണ് കേരളത്തിന് വേണ്ടി വിഷ്ണു വിനോദ് ക്രീസിലെത്തുന്നത്. വിഷ്ണു വിനോദ് ബാബ അപരാജിതുമായി 222 റൺസിൻ്റെ റെക്കോർഡ് പാർട്ണർഷിപ്പാണ് പിന്നീട് പടുത്തുയർത്തിയത്. വളരെ അനായാസം 29 ഓവറാകുമ്പോഴേക്ക് പോണ്ടിച്ചേരിക്കെതിരെ 8 വിക്കറ്റിൻ്റെ വിജയവുമായാണ് ഇരുവരും കളം വിട്ടത്. ബാബ അപരാജിത് 63 റൺസ് നേടിയപ്പോൾ വിഷ്ണു വിനോദ് 84 പന്തുകൾ നേരിട്ട് 162 റൺസാണ് നേടിയെടുത്തത്. ഒരു അത്യുജ്വല ഇന്നിങ്സ്, ഒരു അപരാജിത ഇന്നിങ്സ്, 14 സിക്സുകൾ, 13 ഫോറുകൾ. വിഷ്ണു വിനോദിൻ്റെ ഈ ഒരു പ്രകടനത്തിൽ കേരളത്തെക്കാൾ കൂടുതൽ ആഹ്ലാദിക്കുന്നത് തീർച്ചയായും പഞ്ചാബ് തന്നെയായിരിക്കും. ലേലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ 95 ലക്ഷത്തിനാണ് വിഷ്ണു വിനോദിനെ പഞ്ചാബ് തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചത്. അത് വെറുതെയാകില്ല എന്നുറപ്പു നൽകുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു ഇന്ന് പോണ്ടിച്ചേരിക്കെതിരെ വിഷ്ണു വിനോദ് നേടിയെടുത്തത്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം 21-കാരൻ അമാൻ റാവുവിൻ്റെ പ്രകടനമായിരുന്നു. ഏവരെയും അതിശയിപ്പിക്കുന്ന ഒരു അത്യുജ്വല പ്രകടനമാണ് ഇന്ന് ഹൈദരാബാദിന് വേണ്ടി അമാൻ കാഴ്ചവെച്ചത്. ബംഗാളിനെതിരെ 154 പന്തുകൾ നേരിട്ട് 13 സിക്സുകളും 12 ഫോറുകളും അടക്കം അയാൾ നേടിയെടുത്തത് 200 റൺസായിരുന്നു. ആദ്യ ഇന്നിങ്സിൻ്റെ അവസാന ഓവറിൻ്റെ അവസാന ബോളിൽ അയാൾക്ക് 200ലേക്ക് വേണ്ടത് 6 റൺസായിരുന്നു. സാക്ഷികളാകാൻ അനേകായിരം കാണികളൊന്നുമില്ലായിരുന്നെങ്കിലും അയാൾ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു ആ പന്ത് സിക്സിലേക്കും അതിലൂടെ തൻ്റെ ഡബിൾ സെഞ്ചുറിയിലേക്കും, അതിലൂടെ വരാനിരിക്കുന്ന IPL-ൽ 10,000ങ്ങളുടെ മുന്നിൽ ഒരു അത്യുജ്വല പ്രകടനത്തിനും തനിക്ക് കാർമ്മികത്വം വഹിക്കേണ്ടതുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവസാന പന്ത് സിക്സറിലേക്ക് തൂക്കി അയാൾ ഡബിൾ സെഞ്ചുറിയിലേക്ക് നടന്നു കയറി. വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള അമാനെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് അടിസ്ഥാന തുകയായ 30 ലക്ഷത്തിനായിരുന്നു. എന്തായാലും ഇക്കുറി IPL-ൽ വലിയ നേട്ടങ്ങളൊന്നും അവകാശപ്പെടാൻ രാജസ്ഥാൻ റോയൽസ് ഇല്ല എന്ന് പൊതുവെ കണക്കാക്കപ്പെടുമ്പോൾ അതിനെയെല്ലാം മറികടക്കുന്ന ഒരു മാസ്മരിക പ്രകടനമാണ് അമാൻ എന്ന് ബംഗാളിനെതിരെ കാഴ്ചവെച്ചത്. ഇവിടെ സന്തോഷിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ആണ്. കാരണം ഭാവി പ്രതീക്ഷയാണ് രാജസ്ഥാൻ റോയൽസിനും ഇന്ത്യൻ ടീമിനും. അടുത്ത ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ഒരിക്കൽ കൂടി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.